ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ആ രംഗത്തെ അപ്പാടെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. കേരളത്തിൻ്റെ ആരോഗ്യ മികവിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പങ്കുണ്ട്, വിനാശത്തിനും ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. നമ്മുടെ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ തത്സമയം ചേരുകയാണ് മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. നമ്മൾ ഡോക്ടറോട് സംസാരിച്ചതേ ഉള്ളൂ, അപ്പോൾ തന്നെ ദിലീപ് നിരീക്ഷണവുമായി വന്നത് നന്നായി. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. അല്പസമയം മുമ്പാണ് ഡോക്ടർ ടി കെ ജയകുമാർ എസ് കെ എനുമായി സംസാരിച്ചത്. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അവിടുത്തെ ഹൃദ്രോഗ വിഭാഗത്തിൻ്റെ തലവൻ കൂടിയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ശസ്ത്രക്രിയകൾ അത് സാധാരണക്കാർക്ക് എത്രത്തോളം ഉപകാരപ്രദമായിരുന്നു എന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്രയോ സാധാരണക്കാരാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ചവർ. അവർ വലിയ പിന്തുണയുമായി ഡോക്ടർക്ക് എത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദൈവത്തിൻ്റെ വിരൽ സ്പർശം എന്ന നിലയിലൊക്കെ പലരും ആ നിലയിലുള്ള സോഷ്യൽ മീഡിയ കുറിപ്പുകളൊക്കെ എഴുതിയിരുന്നതാണ്. അത് കേരള സമൂഹത്തിനുമൊക്കെ അത് അറിയാവുന്ന കാര്യവുമാണ്. ഡോക്ടർ ടി കെ ജയകുമാർ എന്നത് ഇന്ന് സംസ്ഥാനത്ത് പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു ഹൃദ്രോഗ വിദഗ്ധനാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഈ അടുത്ത കാലത്ത് രണ്ട് വിഷയങ്ങളാണ് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നത്. ഒന്ന്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് അവിടുത്തെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പരസ്യ പ്രതികരണവുമായി വന്നു. പിന്നീട് മാധ്യമപ്രവർത്തകരോടും അക്കാര്യം സംസാരിക്കുന്ന ഒരു നിലയുണ്ടായി. അത് ഡോക്ടർ ഹാരിസ് ഹസൻ്റെ ആ പ്രതികരണത്തെ തുടർന്ന് ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടിയന്തിരമായി തന്നെ എത്തിക്കുന്ന ഒരു നിലയും ശസ്ത്രക്രിയകൾ തുടർന്ന് നടത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അതിൽ ഡോക്ടർ ഹാരിസ് ഹസനെ കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ ചിലരെങ്കിലും സംസാരിക്കുന്നു. അത് പ്രതിപക്ഷത്തിന് വടി നൽകുന്ന വിധമായി പോയി അദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്ന് മുഖ്യമന്ത്രി പറയുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരം കാണേണ്ടതാണ്. അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല കാര്യങ്ങളും അത് ശരിയാണ് എന്ന് കേരള സമൂഹം ഏറെക്കുറെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അടിസ്ഥാന മേഖലയിൽ നേരത്തെ വർഷങ്ങളായി ഉയർന്നു വന്നിട്ടുള്ള ചില കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം, അത് ഏതെങ്കിലും തരത്തിൽ അത് രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കൊക്കെ ഭീഷണിയാവുകയാണെങ്കിൽ അത് അവിടെ നിന്ന് അത് പൊളിച്ചു കളയുക, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക, അതൊക്കെ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ആ നിലയിലുള്ള ചില മാറ്റങ്ങൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് കാണാതിരിക്കുകയും ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ അവശ്യ മരുന്നുകളുടെയൊക്കെ ലഭ്യത അത് സുഗമമായി ഉറപ്പുവരുത്തുക എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഡോക്ടർ ടി കെ ജയകുമാർ, അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു ഡോക്ടറാണ്. ഈ രണ്ടു പേരും അവർ സാധാരണക്കാർക്ക്, പൊതുജനങ്ങൾക്ക് വേണ്ടി, പൊതുജനാരോഗ്യത്തിന് വേണ്ടി അവരുടെ ജീവൻ തന്നെ, ജീവിതത്തിലെ ഏതാണ്ട് കൂടുതൽ സമയവും ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഡോക്ടർമാരാണ്. ഡോക്ടർ ടി കെ ജയകുമാർ തന്നെ അദ്ദേഹം രോഗികളെ ഉപദേശിക്കുന്നത് ആരോഗ്യമുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി, ആരോഗ്യമുള്ള മനുഷ്യനായിരിക്കുന്നതിന് വേണ്ടി ദിവസം ശരാശരി 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ്. പക്ഷേ അത്രയും സമയം, ഏതാണ്ട് ദിവസത്തിൽ ഒരു 2-3 മണിക്കൂറുകളായിരിക്കും അദ്ദേഹം ഉറങ്ങുക എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. അങ്ങനെ ആ നിലയിൽ രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഡോക്ടർ ടി കെ ജയകുമാർ. ഇപ്പോഴത്തെ ഈ വിമർശനങ്ങളൊന്നും ഡോക്ടർ ടി കെ ജയകുമാറിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതാകരുത്. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങൾ അത് പരിഹരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ വിഷയങ്ങൾ പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ഈ സാധാരണക്കാർക്ക് വേണ്ടി, അത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കോട്ടയം ഭാഗത്തുള്ളവർ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരും ഇങ്ങനെ ഒരു ഡോക്ടർ അവിടെയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്നതാകരുത് ഇപ്പോഴത്തെ വിമർശനം എന്ന് മാത്രമേ ഒബ്സർവറിന് പറയാനുള്ളൂ. എസ് കെ.